guys, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ടേബിൾ ഡെക്കർ എങ്ങനെയാണ് ചെയ്യാനാ കാണിക്കുന്നത്. അതിനു മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. കൂടാതെ എൻ്റെ ഇൻസ്റ്റാഗ്രാം വഴിയിലൂടെയും ഫോളോ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമുക്ക് ഇതിനാദ്യമായിട്ട് വേണ്ടത് ഒരു ബോളാണ്. എന്നിട്ട് കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സും കട്ട് ചെയ്ത് വെക്കാം. ഇനി ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളവും അതുപോലെ തന്നെ കുറച്ച് ഗ്ലൂവും കൂടി രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബോൾമിൽ ടിഷ്യൂ പേപ്പർ ഇതുപോലെ സ്റ്റിക്ക് ചെയ്യുക. ഇനി ഇത് ഡ്രൈ ചെയ്യാനായിട്ട് വെക്കുക. അതിൻ്റെ ഡ്രൈ ആയതിനു ശേഷം ഇതുപോലൊരു ബാംബൂ സ്റ്റിക്ക് എടുക്കുക. ഈ ബാംബൂ സ്റ്റിക്ക് നമ്മൾ ഈ ബോളിന്റെ അകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പം അതിനായിട്ട് ഇതുപോലെ ബാംബൂ സ്റ്റിക്ക് വെച്ചിട്ട് ഒരു സർക്കിൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് അത് ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ മാർക്ക് ചെയ്ത പോർഷൻ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ബാംബൂ സ്റ്റിക്കിന്റെ ഇതുപോലെ പോയിന്റ് ആയിട്ടുള്ള എൻഡ് ഉള്ളിലേക്ക് ആക്കുക. ഇനി ഞാനിവിടെ ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ടിന്നില്ലെങ്കിൽ വാച്ചൊക്കെ കിട്ടുന്ന ഒരു ബോക്സ് ഉണ്ടാവില്ലേ, അത് എടുത്താലും മതി. എന്നിട്ട് ഞാനിതിൻ്റെ മേലേക്ക് ആദ്യം വൈറ്റ് പെയിന്റ് അടിക്കുക ചെയ്യുന്നത്. എന്നിട്ട് അത് ഡ്രൈ ചെയ്യാൻ വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഞാൻ റെഡ് ആക്രിലിക് പെയിന്റ് അടിക്കുന്നത്. ഇനി ഞാനിവിടെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ചെന്ന് വെച്ചാൽ നമ്മൾ ബോൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്രയും ഫ്ലവേഴ്സ്. അപ്പോൾ അതിനായിട്ട് ഒരു കളർ പേപ്പർ എടുത്തിട്ട് ഇതേപോലെ സ്പൈറൽ ഷേപ്പ് വരക്കാദ്യം. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്തതിൻ്റെ എൻഡ് എടുത്തിട്ട് ഇതേപോലെ ഉള്ളിലോട്ടേക്കായിട്ട് റോൾ ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് റോൾ ചെയ്തതിന് ശേഷം ലാസ്റ്റുള്ള പീസ് ഇതേപോലെ ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലെ കുറച്ച് ബീഡ്സ് ആണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് ബീഡ്സ് ഒക്കെ നമ്മൾ ഫ്ലവറിന്റെ മിഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച എല്ലാ ഫ്ലവേഴ്സും ഞാനിങ്ങനെ ഈ ബോളിന്റെ മേലേക്ക് ഒട്ടിക്കുക ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ നമ്മളെ ബോൾ കംപ്ലീറ്റ് ആയിട്ട് ഫ്ലവർ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് തെർമോക്കോളാണ്. ഞാൻ നമ്മളെ ടിന്നിന്റെ മേൽഭാഗം വെച്ചിട്ട് ഒരു സർക്കിൾ വരച്ചെടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് അതുപോലത്തെ 3-4 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ ഈ ടിന്നിന്റെ അകത്തേക്ക് ഇടുക ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഞാനിവിടെ ഒരു ലേസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ടിന്നിന്റെ താഴെയും മേലെയായിട്ട് ഈ ലേസ് ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ബോള് ശ്രദ്ധിച്ചിട്ട് തെർമോക്കോളിന്റെ മിഡിലായിട്ട് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ കുറച്ച് കളർ പേപ്പർ ഇതിന്റെ മേലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് വലിയ ബീഡ്സ് എടുത്തിട്ടുള്ള. എന്നിട്ട് ഇതും ഞാൻ ഇതിന്റെ മേലേക്ക് ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്.
ഇനി എടുത്തിട്ടുള്ളത് ഒരു റിബൺ ആണ്. എന്നിട്ട് ഇതുപോലൊരു ഷേപ്പ് ആക്കിയിട്ട് ഞാൻ ആ ബാംബൂ സ്റ്റിക്കിന്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ ടേബിൾ ഡെക്കർ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.